ഔട്ട്ഡോർ സെഗ്മെന്റിൽ നമ്മൾ കാണാൻ പോകുന്നു വിദ്യ ആൻഡ് വേദിക. ഹായ് പൂജ. എങ്ങനെയുണ്ട് സോഫാർ ഷോയിലെ ജേർണി? സോഫാർ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഓരോരോ റൗണ്ട് കിട്ടുമ്പോഴും നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, മുമ്പത്തെ കാലം എങ്ങനെ കൂടുതൽ പെർഫോം ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നല്ല രീതിയിൽ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഇപ്പൊ നമ്മളൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്? അതെ അതെ. ഒരു ഐഡിയ ഉണ്ടോ എന്താന്നുള്ളത്? ഒരു പിടിത്തവും ഇല്ല. ടെൻഷൻ ഉണ്ടോ? ടെൻഷനുണ്ട്. ടെൻഷൻ ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും എല്ലാ ഒരു ടാസ്ക് വരുമ്പോൾ ടെൻഷനുണ്ട്. പക്ഷെ എന്ത് വന്നാലും ചെയ്യാം എന്നുള്ളത്. ഞാൻ എന്താന്നുള്ളത് പറയട്ടെ? പറയൂ. ഓക്കെ, നമ്മളിങ്ങനെ ആവശ്യത്തിന് കേൾക്കാൻ കുറച്ച് സിമ്പിൾ ആണ്. എന്താന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. നാടോടി സ്ത്രീകളായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിനുശേഷം ട്രാഫിക്കിൽ ഇറങ്ങിച്ചെന്ന് സാധനങ്ങൾ വിൽക്കണം. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മലയാളം യൂസ് ചെയ്യാണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരെ പോലെ വേണം സംസാരിച്ച് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിരിക്കും. പബ്ലിക്കാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ രണ്ടുപേരും ആശംസിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇച്ചിരി ടെൻഷൻ കൂടി. നന്നായി ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. பசிக்கிறோம்மா, 200 ரூபாய். அண்ணா அதற்காக 200 ரூபாய். 200 ரூபாய் அண்ணா. பைசா வச்சுக்கணும் அண்ணா. நம்ம தமிழ்நாட்டுக்கு பசிக்கிறேன். என்ன குழந்தை, இந்த மொபைல் இல்ல அண்ணா, மொபைல் இல்ல அண்ணா. 200 அண்ணா. அண்ணா அண்ணா ஏய் என்னண்ணா வேணாமா? 200 ரூபாய் அண்ணா. அந்த 200 ரூபாய் அண்ணா. கார் இருக்கா? 200 ரூபாய் அண்ணா. எனக்கு மொபைல் கடையே இருக்கு. என்கிட்ட 200 ரூபாய் கேக்குறா? அண்ணா பசிக்கிற அண்ணா, குழந்தை இருக்கு அண்ணா. அண்ணா என்ன 200 ரூபாய் தான் அண்ணா. 200 ഒന്നും ഇല്ല. വില കുറച്ച് തരാണെങ്കിൽ ഞാൻ കുറച്ച് എടുത്തോളാം. எத்தனை ரூபாய்க்கு தரேன் அண்ணா? വില விலை பெற அண்ணா. விலை பெற அண்ணா. என்ன எடுக்க? ஒன்னு 200 ரூபாய் அண்ணா. 200 ரூபாய். 100 രൂപ കൊടുക്കണം. അത് എത്ര ഉണ്ട്? 1 2 அண்ணா அது அண்ணா வெஸ்ட் பசிக்கிற அண்ணா. ആഹാരം മാറ്റാൻ. ഇത് വാങ്ങിക്കണ്ണ അണ്ണാ. ഇതെല്ലാം ഞാൻ എടുത്തോളാന്ന്. ആഹാരം മാറ്റാൻ 150 രൂപ അണ്ണാ. ഇവിടെ ഹോട്ടൽ തുറന്നില്ല. ഹോട്ടല് അണ്ണാ 150 രൂപ അണ്ണാ. മക്കളെ എന്തിനാ പഠിക്കുന്നത്? അപ്പൊ പഠിക്കാറില്ല അണ്ണാ. താ അണ്ണാ. അണ്ണ ഇത് താ അണ്ണാ. എല്ലാം എടുത്തോളാം. ഒരെണ്ണം 150 രൂപ താ അണ്ണാ. മൊത്തത്തിൽ എടുത്തോളാം. പൈസ എത്ര തരാം? എന്നാ അണ്ണാ നിങ്ങൾ പൈസ അണ്ണാ? നമ്മളൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം അണ്ണാ. ജോലി എന്താ? നിങ്ങൾ വരാണെങ്കിൽ ഒരു
എനിക്ക് ഇതിന്റെ പൈസ തന്ന മട്ടും പോതും. നീ കളിക്ക വിടരുത് അണ്ണ. നിങ്ങൾ കളിക്കരുത്. ഞങ്ങൾ വാങ്ങിച്ചത് പൈസ താണ്ണ. നിങ്ങൾ താണ്ണ കളിക്കരുത്. നിങ്ങൾ പൈസ താണ്ണ. என்ன அண்ணா നിങ്ങൾ என்ன பேசுற? நான் அந்த மாதிரி பொண்ணு அல்ல. നിങ്ങൾ காசு என்ன வேலை செய்து ജീവിക്കുന്ന അണ്ണാ. നമ്മളെ മൊബൈൽ കടയിൽ കൊഴന്ത இருக்க. മോളെ നീ ഒരു കാര്യം മോളെ കുറച്ച് അവിടെ നോക്കിക്കോളൂ. ഞാൻ അവിടെ നിൽക്കാം. നിങ്ങൾ കാസ അണ്ണാ. പൈസ നിങ്ങൾ തരാം. பயமா இருக்கு அண்ணா. നിങ്ങൾ என்ன பேசுற? ആരെല്ലാം നോക്കണ്ട. നിങ്ങൾ തരാം തരാം കാസ അണ്ണാ. തരാം തരാം. ഞാൻ ആളെ വിളിച്ച് കൂട്ടറ. കാസ അണ്ണാ. 5000 രൂപ. കാസ അണ്ണാ. 5000 രൂപ. അണ്ണാ ഈ ഒരു പൈസ തരുന്നില്ല അണ്ണാ. പൈസ കൊടുത്തു. കാണുതാ അണ്ണാ. അണ്ണാ കാണുതാ അണ്ണാ. ജീവിക്കരുന്ന. അണ്ണാ കൊഴന്തക്കാരി അഴുകുற അണ്ണാ. ഒരു ആട്ടോ വിളിയോ ആട്ടോ വിളിയോ. കാശ് എടുക്കണ. ഒരു ആട്ടോ വിളിച്ച് പോവാണ് അടുത്ത് തന്നെ. ഞാൻ அந்த மாதிரி பொண்ணு அல்ல. நீ காசு எடுக்கണ. நான் எல்லாവരെയും വിളിച്ച് കേൾക്കുവാ. ഇതാ. അയ്യോ. 200 രൂപ ചോദിച്ചു 200 രൂപ. ഇതിന്റെ യഥാർത്ഥ വില. ഒരു ഇല്ല അതിപ്പോ തീരുമാനം. നിങ്ങളോട് നിൽക്കുക. പോലീസ് ഇപ്പൊ വരും. അത് കഴിഞ്ഞിട്ട് പോയാ. ഇല്ല ഷൂട്ട് കിടന്ന് ക്യാമറയുണ്ട് സൈഡ് ചെയ്ത് വെച്ചേക്കാം. മലയാളത്തിൽ അത് പറഞ്ഞുവിടായിരുന്നോ? അറിഞ്ഞൂടാന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ല ഞാൻ പോലീസുകാരിയാണെന്ന്. ഞങ്ങളിത് കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. പറഞ്ഞോളി. പിന്നെ ഈ ബ്ലോക്കിന്റെ ഇടയിൽ വണ്ടി നിർത്താൻ പറ്റില്ല. ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ പഠിക്കേണ്ട ചെയ്തെങ്കില പറയണ്ടേ. മോശമായ കാര്യമാണ് പറഞ്ഞില്ലേ? ഇനി നമ്മൾ പറഞ്ഞില്ല അവരൊന്നും പഠിച്ചിട്ട് അവര് നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ എങ്ങനെ പറയണ്ട. ഒരു പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചിനെ വെച്ചിട്ട് പറഞ്ഞു എന്തിനാ നിങ്ങള് അപ്പൊ നിങ്ങൾ എന്തൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞില്ലേ? നിങ്ങൾ എന്റെ അടുത്ത് വൃത്തിയായിട്ട് പറഞ്ഞില്ലേ? ശരിയല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളത് അവർ വന്നപ്പോ അവർ ചോദിക്കാതെ അടിച്ചിരുന്നെങ്കിലോ. നിങ്ങൾ പക്വതയില്ലാത്ത ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അത് ആളും നേരം കണ്ടിട്ട് പെരുമാറണം. ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെ അങ്ങനെ പറയുമ്പോ അവര് ചോദിക്കുമ്പോൾ നിങ്ങൾ നാളെ പറയണ്ടേ ഞാൻ ആർട്ടിസ്റ്റാണ് ഞാനത് ചെയ്യില്ല. ഞാനൊരു ഷോക്ക് നിന്ന് തന്നെയാണ്. പക്ഷെ ഇത് വിൽക്കാനേ പറഞ്ഞോളൂ. 5000 രൂപ എടുത്ത് റൂമിൽ പോകാൻ പറഞ്ഞില്ല. ഇനിയെങ്കിലും അടുത്ത എവിടെയെങ്കിലും പോകുമ്പോഴത്തേ അത് അറിഞ്ഞ് നിങ്ങൾ പെരുമാറണല്ലോ. ഇടയ്ക്ക് എന്നെ പിടിച്ചോണ്ട് അല്ല അവർ പറഞ്ഞല്ലോ പോലീസാണെന്ന് പറഞ്ഞല്ലോ. അവർ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞില്ലേ പോലീസാണ്. അവരെന്നെ അടിച്ചിരുന്നെങ്കിലും ഒന്നുകൂടെ പോലീസാന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ പിടിച്ചോണ്ട് അവര് വരുന്നില്ല എന്നെ പിടിച്ചോണ്ട് വരുന്നെങ്കിലോ അല്ലല്ല അതെനിക്ക് അറിയണം. നിങ്ങളിത് പറഞ്ഞത് എനിക്ക് കാണിക്കേണ്ട അങ്ങ് സെയിലാണ്. അല്ല ഇവിടെ നിൽക്കി ചെയ്യുമ്പോൾ പോലീസൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബിഹേവിയർ അല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു പോലീസ് ഒന്നും നിങ്ങൾ ഇത് വിൽക്കാൻ നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നത് അങ്ങനെ പെരുമാറണം. ഞാൻ അങ്ങനെ പെരുമാറിയോ? താൻ ഇങ്ങോട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പെരുമാറിയത്. രഹസ്യം പറയണ്ട.
എന്തായാലും ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ എൻറ്റയർ ക്രൂ പെട്ടുപോയി അല്ലേ? റിയൽ പോലീസ് ഒക്കെ വന്ന് എല്ലാവരും പെട്ട ഒരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നു, പിന്നെ ലൈറ്റ് പോയി. ചാനലിലെ ആൾക്കാരെ തന്നെ കൊണ്ടുപോയി പോലീസ്. ശ്വേതാജി പറയൂ. എന്തായാലും ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് നമ്മളെ തന്ന ആളാണ് ഇവള്. വിദ്യകുട്ടി, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. റിയലിസ്റ്റിക് ആയിരുന്നു, ഭയങ്കര റിയലിസ്റ്റിക്. ബിക്കോസ് നമ്മൾ ഈ രാജസ്ഥാനി ഈ നാടോടികളെ നമ്മൾ കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും, ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ഇവരിങ്ങനെ തന്നെയാണ് ചെയ്യണത്. പക്ഷെ എനിക്ക് 1-2 സാധനം ഭയങ്കര എടുത്തു പറയാനുള്ളത്, എന്ത് ഷോ ആണെങ്കിലും എന്താണെങ്കിലും എൻ്റെ മോളുടെ മുമ്പിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ സംസാരിച്ചു എന്ന് പറയണത്, ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി ഗുഡ്. അത് അവിടെയാണ് വിദ്യാൻ്റെ പേഴ്സണാലിറ്റി വരുന്നത്. എന്ത് നമുക്ക് ക്യാരക്ടർ തന്നാലും, പക്ഷെ നിങ്ങൾ എന്നെ ഒരു ദിവസം ഹോട്ടലിൽ കൊണ്ടുപോയി 5000 ഞാൻ തരാം എന്ന് പറയുമ്പോൾ വിദ്യ എന്ന വ്യക്തി പുറത്തല്ലേ വരിക. അപ്പോൾ അവിടെ ആ ക്യാരക്ടർ വിട്ടിട്ട് വിദ്യ എന്ന അമ്മ റിയാക്ട് ചെയ്തു. വെരി ഗുഡ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഔട്ട്ഡോർ ടാസ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ടാസ്കുകളുടെ ഇടയിൽ പ്രാങ്ക്സ് ഉണ്ടെങ്കിലും അതെങ്ങനെയാണ് വിദ്യ എന്ന വ്യക്തി റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അപ്പോൾ ക്യാരക്ടർ അല്ല. മോളെ തൊട്ടപ്പോൾ മോള് പേടിച്ചു പോയി, മോളത് എന്താ പറയുക, അമ്മേനെ സിഗ്നൽ തന്നു, സൈലന്റ് സിഗ്നലാണ്. അതൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട്. പക്ഷെ മോളെ ഇങ്ങനത്തെ സമയത്ത് മോൾ എന്തായാലും സംസാരിക്കണം. എനിക്കപ്പം മൈക്കില്ലായിരുന്നു. അതൊന്നും അല്ല വിഷയം. അപ്പോൾ നമ്മൾ അതല്ല, ഒരാൾ വന്ന് തൊടുമ്പോൾ മൈക്കല്ല, ഒരാൾ വന്ന് തൊടുമ്പോൾ മോള് പറയണം അമ്മ 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 ഇയാൾ തൊടുന്നു. അല്ലാതെ ആളുടെ കൈ ഒറ്റയടി കൊടുക്കണം, ഇങ്ങനെ തട്ടി മാറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ടാസ്കായിട്ട് നോക്കരുത്. നമ്മുടെ ടാസ്ക് എന്തായിരുന്നു? ടാസ്ക് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് പ്രശ്നങ്ങൾ തരുമ്പോൾ, അല്ലാതെ പ്രതിസന്ധികൾ വരുമ്പോൾ അത് മോളോ അല്ല അമ്മ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു, അതാണ്. ഓക്കെ, ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ മാറ്റി എന്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് മോളുടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടപ്പോഴും എനിക്ക് അപ്പോഴേ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങ് റിയൽ ആയിട്ട് പറഞ്ഞു പോയത്. ഒരാളും ഒന്നും ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെ ഇത് കേട്ടോണ്ട് എല്ലാവരും അവിടെ നിൽക്കുക തന്നെയായിരുന്നു ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ഒച്ചയിടുന്ന കേട്ടിട്ട് കാറിലെങ്ങാണ്ട് പോയ പോലീസായിരുന്നു, ലേഡി പോലീസായിരുന്നു. അപ്പം പുള്ളിക്കാരി വന്നു. അപ്പം ഞാൻ അറിയുന്നില്ല, വന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പം ചോദിച്ചപ്പോഴും ഞാൻ സ്റ്റിൽ ക്യാരക്ടറായിട്ട് തന്നെ പറഞ്ഞു, ഇയാള് സാധനം വിൽക്കാൻ പോയപ്പോഴത്തേക്ക് അനാവശ്യം പറഞ്ഞു വരുവാന്ന്. അങ്ങനെ അപ്പം അവരെ വഴിയിൽ ഞാൻ പറയുമായിരുന്നു ചെയ്തത്. എനിക്ക് തോന്നുന്നു റീൽ ആൻഡ് റിയൽ അതെ രണ്ടും മിക്സായി കൊളായില്ല. ഇപ്പം ഇതൊരു ശരിക്കും ഇങ്ങനെ ഒരു ഇത് വന്നത് എങ്ങനെ, ഇപ്പം നമ്മൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് വന്നാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ പോലീസിനൊക്കെ കൊടുത്ത എക്സ്പ്ലനേഷനും അതായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നാൽ അതൊരു അവരെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടി. നന്നായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. അല്ല, ഹിഡൻ മാർക്സ് ആണ്. എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ ഹിഡൻ മാർക്സ് ശ്വേതാജി ഇവിടെ റെഡിയാക്കി വെക്കും. നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് വഴി അറിയാം. സോ നമ്മളെല്ലാവരും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി അല്ലേ? കമന്റ്സിലൊക്കെ ഓക്കെ അല്ലേ? ഹാപ്പിയാണ്. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാണാം.